സൈസിൽ വളരെ ചെറുതാണെങ്കിലും നമ്മുടെ അടുക്കളകളിൽ നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമായി സൂക്ഷിക്കുന്ന ഒരാളാണ് മസ്റ്റാർഡ്സ് അല്ലെങ്കിൽ കടുക്. കടുക് വളരെ ചെറുതാണെങ്കിലും ന്യൂട്രിയൻ ഡെൻസ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റം ആണ്. എന്തൊക്കെയാണ് കടുകിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്ന് നോക്കിയാലോ? ആദ്യം തന്നെ എന്തൊക്കെ ന്യൂട്രിയൻസ് ആണ് ഈ ഇത്തിരി പോകുന്ന കുഞ്ഞു കടുകിലുള്ളതെന്ന് നോക്കാം. കടുകിലെ ഹെൽത്തി ഫാറ്റ്സും ഫൈബറും പ്രോട്ടീനും അതേപോലെ തന്നെ മിനറൽസ് ആയിട്ടുള്ള കാൽസ്യവും ഫോസ്ഫറസും പൊട്ടാഷ്യവും മഗ്നീഷ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ കാൽസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള അവസ്ഥകൾ തടയാനായിട്ടും നമ്മൾ ഈ കടുക് സഹായിക്കുന്നുണ്ട്. ആന്റി ഫംഗലായും ആന്റി ബാക്ടീരിയൽ ആയിട്ടുമുള്ള പ്രോപ്പർട്ടീസ് ഈ കടുകിൽ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആന്റി ഓക്സിഡൻസും ധാരാളമായിട്ട് നമ്മുടെ കടുകിൽ അടങ്ങിയിട്ടുണ്ട്. മൈറോസിനേസ്, ഗ്ലൂക്കോസിനോലേറ്റ്സ് പോലെയുള്ള കോമ്പൗണ്ടുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മെറ്റബോളിസം ബൂസ്റ്റ് ചെയ്യാനായിട്ടും വെയിറ്റ് മാനേജ്മെന്റ് ചെയ്യാനായിട്ടും കടുക് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടും അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് ഉള്ളവരെ കടുക് കഴിക്കുന്നത് കൊണ്ട് പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഹെൽത്തി ഫാറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഒഴിവാക്കാനായിട്ടും കടുക് സഹായിക്കുന്നുണ്ട്. മഗ്നീഷ്യം, സെലീനിയം പോലെയുള്ള കണ്ടന്റ് കടുകിൽ ഉള്ളത് കൊണ്ട് തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് ആയിട്ടും കടുക് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ ഫൈബർ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഡൈജഷൻ പ്രോപ്പർ ആയിട്ട് നടത്താനും കടുക് നമ്മളെ സഹായിക്കുന്നുണ്ട്. സോ നമ്മൾ എല്ലാ ഭക്ഷണത്തിലും കടുക് ചേർക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അതേപോലെ തന്നെ കടുകെണ്ണ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ പകരമായിട്ട് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സിന് പകരമായിട്ട് കടുകെണ്ണ ഒക്കെ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. നമ്മൾ കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും.